സാർ നമസ്കാരം. നമസ്കാരം. 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. ബഹുമാനീയനായ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ കേരളത്തിൽ നിലവിൽ വന്നു. ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെയാണ് വി ഡി സതീശന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് പാലിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ തുടക്കത്തിലെ ചില പുഴുക്കുത്തുകൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു, ചില അസ്വാരസ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. കേരളത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം തന്നെ ഉണ്ടാക്കിയ, കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസായിരുന്നു, അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരന്റെ വധം. അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പലതായി വിഘടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അതിനുശേഷം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലും CPM അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമ വടകരയിൽ നിന്നും MLA ആയി മത്സരിച്ച് ജയിച്ചു വരുന്നു, നിയമസഭയിലെത്തുന്നു. ഇക്കുറിയും MLA ആയി KK രമ തെരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ജയിച്ചു വരുന്ന ഘടകകക്ഷിയുടെ ഒറ്റക്കക്ഷിയായ MLA മാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം സാധാരണ രീതിയിൽ കാണാറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 2 തവണയായും MLAക്ക്, അതായത് UDFന് മന്ത്രിസഭ കിട്ടിയത് ഇപ്പോഴാണ്. ഇപ്പോൾ MLAക്ക് മന്ത്രിസഭ ഈ രൂപീകരണം നടക്കുമ്പോൾ MLA ആയ KK രമയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ UDFന് കൃത്യമായ ഒരു താല്പര്യം കണ്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KK രമ അങ്ങോട്ട് കയറി ഞങ്ങൾക്ക് RMPക്ക് MLA സ്ഥാനം മന്ത്രിസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ CP ജോൺ അടക്കമുള്ള ഒറ്റക്കക്ഷി മാത്രമുള്ള MLA മാർക്ക് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ, അനൂപ് ജേക്കബിന് നൽകുമ്പോൾ, നമ്മുടെ RSP ഷിബു ബേബി ജോണിന് നൽകുമ്പോൾ അവർക്ക് അംഗങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ KK രമയെ പോലുള്ള 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷത്തിന് കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ കേരളം കണ്ട വലിയൊരു നേതാവിൻ്റെ വിധവയായ ഭാര്യയ്ക്ക് പോരാടി വന്ന ഒരു പോരാളിക്ക് എന്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനം നൽകാൻ UDFന് ആകാതെ പോയത്? അത് ആരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധക്കുറവാണ്, അവഗണനയാണ്? തീർച്ചയായും വി ഡി സതീശനുമായി നല്ല ഒരു ബന്ധം പുലർത്തുന്ന KK രമയെ എന്തുകൊണ്ടാണ് പുതിയ മന്ത്രിസഭയിൽ എടുക്കാതെ പോയത്? എന്താണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറിൻ്റെ, അല്ലെങ്കിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം? ഞാൻ KC വേണുഗോപാലായിട്ടും അതേപോലെ രമേശ് ചെന്നിത്തലയായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാത്ത ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തോട് കാണിച്ച് നീതികേടാണെന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി ആകും എന്ന് തീരുമാനം ഡൽഹിയിൽ നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. മറ്റാരും റിപ്പോർട്ട് ചെയ്തതിന് മുമ്പായിട്ട് അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് 2 ദിവസം എന്നുള്ളത് 4 ദിവസമായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ നീതികേടിനെ നമ്മൾ ഫൈറ്റ് ചെയ്തു. നമ്മൾ വി ഡി സതീശനോടൊപ്പം നിന്നു. നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്ന വരെ ഫൈറ്റ് ചെയ്തു. അതിൽ പൂർണ്ണ വിജയം നേടി. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും വി ഡി സതീശൻ ഉണ്ടായിരുന്നു. കാരണം ആ നീതികേടിനെ കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി തീർന്നത്. അവരൊറ്റക്കെട്ടായി നിന്നത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ഹൈക്കമാൻഡ് ജനവികാരത്തിൽ നിലനിൽക്കുകയും ഘടകകക്ഷികളും കൂടെ നിന്നു. എന്നാൽ ഇതേപോലെ ഒരു നീതികേടാണ് കേരളത്തിൽ ഇപ്പോൾ UDF ഗവൺമെന്റ് KK രമയോട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. കാരണം KK രമ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കത്തിക്കരിയായി കൊല്ലപ്പെട്ട 53 വെട്ടുവെട്ടി വികൃതമാക്കി ഈ ലോകത്തിന് മുന്നിൽ എന്നും നമ്മുടെ മുന്നിൽ ഒരു നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ടുള്ളതാണ് KK രമ. അവരുടെ ഭർത്താവാണ് വിധവയായത് അതായത് ആസ്ഥാന വിധവ എന്നാണ് CPM ആക്ഷേപിച്ചിട്ടുള്ളത്. ആ സമയത്ത് അവര് കഴിഞ്ഞ ആ മരണം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവര് എന്ത് ആശയമാണോ ഉയർത്തി കാണിച്ചിട്ടുള്ളത്,
അതായത് CPM-നുള്ളിൽ നയവ്യതിയാനം ഉണ്ടായി, അത് പരിഹരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് കുത്തക മുതലാളിത്ത പാതയിലേക്ക് പോകുന്നു ഈ CPM എന്നുള്ളതിന് ഫൈറ്റ് ചെയ്ത് അതിന്റെ പേരിലാണ്, ഒരു ആശയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നത് TP ചന്ദ്രശേഖരനെ. അപ്പൊ കേരള ജനത മുഴുവൻ ആരുടെ കൂടിയാണ്? KK രമയാണ്. KK രമയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? UDF-നാണ്. കാരണം UDF-ന്റെ കൂടെ നിൽക്കണം ഉറച്ചിട്ട്. ആ UDF-ന്റെ കൂടെ ഉറച്ചു നിന്ന KK രമയെ മറ്റുള്ള ആളുകളെ ആരെങ്കിലും മന്ത്രിമാരാക്കുന്നതിന് മുമ്പ് അവരെ വിളിച്ച് സമ്മതം ചോദിച്ച് നിർബന്ധിച്ച് മന്ത്രിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം എന്താ? അവരോട് ഇങ്ങനെ ഒരു കാര്യം തന്നെ UDF ചോദിച്ചിട്ടില്ല ആരും. ഒരു കുട്ടി പോലും ചോദിച്ചില്ല. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ 12 MLA-മാരാണ് UDF-ന് വിജയിച്ചിട്ടുള്ളത്. കേരളത്തിൽ 3ാമത്തെ സ്ഥാനമാണ് UDF-ന് കേരളത്തിൽ കോഴിക്കോടുള്ളത്. മലപ്പുറത്ത് 16 MLA-മാരും എറണാകുളത്ത് 14 MLA-മാരുണ്ട്. കോഴിക്കോട് 12 പേര്, 3ാമത്തെ സ്ഥലമാണ്. മലപ്പുറത്ത് 4 മന്ത്രിമാരാണുള്ളത്. അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കം പങ്കുവഹിക്കുന്ന 4 മന്ത്രിമാർ. എറണാകുളത്ത് മുഖ്യമന്ത്രി അടക്കം ഇതേപോലെ 4 പേരുണ്ട്. അതായത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 4 MLA മന്ത്രിമാരുള്ള സ്ഥലങ്ങളിൽ പകരം ഒരു മന്ത്രിയെ കോഴിക്കോട് കൊടുക്കാമായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രവീൺ കുമാറിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതാണ്. കാരണം കോഴിക്കോട് 12 സീറ്റുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ നേതൃത്വമുള്ള ആളാണ് ആര്? പ്രവീൺ കുമാർ. ഫലത്തിൽ ഇപ്പൊ കോഴിക്കോട് നിന്ന് മന്ത്രി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ? അതെ. അപ്പോൾ അതിന്റെ ഏറ്റവും വേറൊരു വശമുണ്ട്. അതിൽ ഏറ്റവും അധികം വടകര മേഖലയിൽ നിന്ന് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ പൊളിച്ചടുക്കി, അതേപോലെ കണ്ണൂരിലേക്കും അതിന്റെ ബഹിസ്ഫലനം ഉണ്ടാക്കി. കേരളത്തിൽ മുഴുവൻ എന്നും ഏത് സമയത്തും ഏത് നേതാവും പറഞ്ഞിട്ടുള്ള വാചകമാണ് TP ചന്ദ്രശേഖരനെ 53 വെട്ടി കൊന്നിട്ട് KK രമയെ വിധവയാക്കിയില്ലേ? ഈ KK രമയും അതേപോലെ TP ചന്ദ്രശേഖരനും ഉപയോഗിക്കാത്ത ഏതെങ്കിലും നേതാവോ അതേപോലെ UDF-ന് പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുണങ്ങൾ കേരളത്തിലെ എല്ലാ 140 മണ്ഡലങ്ങളിലും UDF-ന് കിട്ടിയിട്ടുണ്ട്. ആ UDF മാത്രമല്ല, മലബാറിൽ മൊത്തമായിട്ടും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ 12 സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിലും അതേപോലെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിലും നിർണായക ശക്തിയായിട്ട് മാറിയിട്ടുള്ളത് RNPയുടെ ശക്തി എന്നുള്ളതിലല്ല, ഈ TP ചന്ദ്രശേഖരനെ വെട്ടിക്കുന്നതിലുള്ള CPM-ലെ അണികളുടെ വോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? KK രമയുടെ പോരാട്ടമാണ്. ആ KK രമയെ ആദ്യം തന്നെ മറ്റുള്ള ആളുകളെക്കാൾ ആദ്യം ഇങ്ങോട്ട് വിളിച്ച്, ഒരു വിധവയാണ് TP ചന്ദ്രശേഖരന്റെ, അവരെ ഇങ്ങോട്ട് വിളിച്ച് കൃത്യമായിട്ട് അവർക്കൊരു പ്രധാനപ്പെട്ട സ്ഥാനം, മന്ത്രിസ്ഥാനമോ അല്ലെ സ്പീക്കർ സ്ഥാനമോ കൊടുത്തിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയുടെ മാറ്റ് 10 മടങ്ങ് വർദ്ധിച്ചിരുന്നേനെ. അതായത് നമ്മുടെ VD സതീഷിനെ ഏതൊക്കെ തരത്തിലാണോ വെട്ടിമാറ്റി ഇതായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി അതിന് ശേഷമാണ് ഏറ്റവും കൂടിയത്. അതായത് അദ്ദേഹത്തെ വെട്ടിമാറ്റുന്നതിന് മുമ്പ് 102 സീറ്റ് കിട്ടിയതിന്റെ വലിയ പ്രകാശം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ടായി. പക്ഷെ അതിന്റെ 100 ഇരട്ടിയാണ് പിന്നീട് ഉണ്ടായി. അദ്ദേഹത്തെ വെട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോൾ ജനം എല്ലാ മേഖലയിലുള്ള ജനം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അത് കോൺഗ്രസിൽ മാത്രമല്ല, എല്ലാ CPM-ൽ നിന്നും BJP-യിൽ നിന്ന് പോലും സാധാരണക്കാര്, നിഷ്പക്ഷരായ ആളുകൾ, സാംസ്കാരിക സിനിമ എല്ലാ രേഖകളിൽ നിന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് KK രമയുടെ കാര്യത്തിലുള്ളത്. അത് ചെയ്യാതിരുന്ന് മാപ്പർഹിക്കാത്ത കുറ്റമാണ് UDF ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് ആരാണ്? ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിന്ന് KC വേണുഗോപാലാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ 7-8 മന്ത്രിമാരെ ഉണ്ടാക്കിയില്ലേ? അതിലൊരു മന്ത്രിസ്ഥാനം ഇവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അത് സാമാന്യ നീതിയായിരുന്നില്ലേ? അപ്പം KK രമയോട് ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. മാത്രമല്ല കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ പോലും കൊടുക്കാതെ ഇങ്ങനെ മാറ്റി നിർത്തിയതും ഒരു ഒട്ടും ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഞാൻ UDF-നെ വിമർശിക്കുന്നത് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശത്തിലല്ല. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് ഞാൻ UDF-ന്റെ ആളായി മാറുന്നത്, VD സതീശൻ ആളായി മാറുന്നത് എന്ന് ചിന്തിക്കുക. VD സതീശനെ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഇതുവരെ എല്ലാം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ
അദ്ദേഹവും ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം കെ രമ പറഞ്ഞത് എന്നോട് ആരും ചോദിച്ചിട്ടില്ല, എന്നോട് അങ്ങോട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവില്ല, ഗവൺമെന്റ് ആവശ്യമാണ് ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നില്ലേ കെ രമ? ഇത് എന്തായാലും സാർ പറഞ്ഞതുപോലെ പുത്തരിയിൽ കല്ല് കടിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ കെ രമയെ ഒഴിവാക്കിക്കൊണ്ട് UDF ഇങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ജനവികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് മാത്രം മന്ത്രിസഭ രൂപീകരണം സാധ്യമാകൂ എന്നുള്ളതെല്ലാം അവരുടെ വിഷയങ്ങളാണ്. സാർ ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയപരമായി എല്ലാം നീതീകരിക്കത്തക്ക കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം KC വേണുഗോപാലിനെ പോലുള്ള ഹൈക്കമാൻഡിന്റെ ഭാഗമായ നേതാക്കന്മാർ പരിശോധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് VD സതീശിനെ പോലെ പരിണിതപ്രജ്ഞനായ UDF-നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയ ക്യാപ്റ്റൻ എന്ന വിശേഷണമുള്ള VD സതീശൻ ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്താണ് ഈ കാര്യത്തിൽ ഇനിയും വിശദീകരണം വരിക എന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്താണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്വേഷണം നടന്നത്. അതെ, അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതേപോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് RSPന്റെ നേതാക്കന്മാർക്കും. എന്തിന്? CP ജോൺ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. CP ജോൺ എല്ലാ തവണയും തോറ്റ ആളാണ്. പക്ഷെ അദ്ദേഹം ഇത്തവണ മാത്രമാണ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ കണ്ടിട്ടായിരിക്കാം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടോ. പക്ഷെ അതിനെക്കാട്ടും ഉത്തരവാദിത്വവും ധാർമ്മികതയും ഉള്ള കാര്യമാണ് കെ രമയുടെ കാര്യത്തിൽ UDF ചെയ്യേണ്ടിയിരുന്നത്. സാറ് പറഞ്ഞ വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് കെ രമയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന് UDF-ന്റെ മന്ത്രിസഭ പൊതുജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു മാധ്യമവും ഇതുവരെ ചർച്ച ചെയ്തതായി നമ്മൾ കണ്ടില്ല. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമത്തിൽ ആദ്യം തന്നെ ആയിരിക്കും ഈ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ VD സതീശൻ എന്ന നേതാവിനോട് എപ്പോഴും സൈദ്ധാന്തികമായി ചേർന്ന് നിൽക്കാവുന്ന എല്ലാ ഇടങ്ങളിലും ക്രൈം ഓൺലൈൻ എന്ന മാധ്യമം ചേർന്ന് നിന്നിട്ടുണ്ട്. തീർച്ചയായും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെയാണ് എപ്പോഴും എല്ലാ സർക്കാരുകളോടും നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്. അതൊരു മാധ്യമ ധർമ്മം അത് തന്നെയാണ്. സർക്കാരിന്റെ നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കാലിടുന്നുണ്ടെങ്കിൽ കൃത്യമായ ക്രിയാത്മകമായ പ്രതിപക്ഷമായി മാധ്യമം വർത്തിക്കും. അത് തന്നെയായിരിക്കും ഞങ്ങളുടെയും ലൈൻ. എന്നാൽ ഇവിടെ ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന സർക്കാരിൽ പുത്തരിയിൽ കല്ലുകടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കെ രമ എന്ന TP ചന്ദ്രശേഖരന്റെ വിധവയായ MLA-ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ പോയിരിക്കുന്നത്. അതിനെന്തായാലും അവർ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും എന്നാണ് നിലവിൽ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക.